ഓരോ ദിവസം തോറും കേരളം ചുട്ടുപൊള്ളുന്നു അല്ലേ? അത്ര ചൂടാണ് ഇപ്പൊ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളാകട്ടെ മുട്ടയാണെങ്കിലും എല്ലാം നമ്മൾ ചീത്തായി പോകാറുണ്ട്, പെട്ടെന്ന് ചീത്തായി പോകാറുണ്ട്, പെട്ടെന്ന് വാടി പോകുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ വെള്ളം കൂടുതൽ ഉപയോഗിക്കും, കറണ്ട് കൂടുതൽ ഉപയോഗിക്കും, എല്ലാത്തിൻ്റെയും ബില്ല് കൂടുതൽ വരും. അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പൂർണ്ണമായി ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അതിന് വളരെ അധികം നന്ദിയുണ്ട്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് വെണ്ടയ്ക്ക അല്ല, ഏതൊരു പച്ചക്കറി ആണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ശരി പുറത്ത് വെച്ചാലും ശരി ഇങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങും അല്ലേ. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് കിടക്കുന്ന വെണ്ടയ്ക്കാണ് കേട്ടോ. കുറച്ചധികം നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വാടിക്കിടക്കുന്ന പച്ചക്കറികൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ആഴ്ചത്തെ ലാസ്റ്റ് പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. അപ്പോൾ അതൊന്ന് എടുത്തൊന്ന് നമുക്ക് എങ്ങനെ ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത്, നമ്മളിപ്പം മേടിച്ചു കൊണ്ടുവന്നിരിക്കുമ്പം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈവൻ നമ്മളുടെ പച്ചമുളകാകട്ടെ എന്തൊരു സാധനവും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ക്യാബേജ്, ബീട്രൂട്ട്, ഏതൊരു പച്ചക്കറി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വെണ്ടയ്ക്കയിൽ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്ര വാടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരാഴ്ചത്തോളം ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത്, അത് കൊണ്ടാണ് ഇത്രയും വാടിപ്പോയത്. ഈ ഒരു പാത്രം ഒട്ടിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ട്രേയിൽ ഇപ്പോഴും ഞാൻ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒട്ടിച്ചതെന്നുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്തൊരു പാത്രവും പൊട്ടിയാലും ഈ ഒരു ഐഡിയ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മുങ്ങിക്കിടക്കണം, നല്ല രീതിയിൽ തന്നെ കിടക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ചിലവും കുറയും. അതുപോലെ തന്നെ നമുക്കൊരു സാധനവും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ ഈ റീയൂസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും എന്തൊരു കാര്യത്തിനും അതിൻ്റെതായ ഒരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മുത്തശ്ശിമാരായിട്ടും നമ്മളെ കാർന്നോമാരായിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ വെക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒടിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു വരുന്ന രീതിയിലായിട്ടുണ്ട്. വെറും 10 മിനിറ്റ് മാത്രം വെച്ചതേ ഉള്ളൂ. കണ്ടില്ലേ, ഒടിഞ്ഞു കിട്ടുന്നുണ്ട്. അത്ര നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൺമുമ്പിൽ തന്നെ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ വെള്ളത്തിലിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വേണ്ട, വളുവളുപ്പ് ഉണ്ടാവോ, വിട്ട് കിടക്കോ വെണ്ടയ്ക്ക, അതൊന്നുമില്ല. ഞാൻ പ്രൂഫ് സഹിതം കാണിച്ചു തരുന്നുണ്ട്. നല്ല വിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ഫ്രഷ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മൾ കടയിൽ നിന്നും നാടൻ മുട്ട എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും വാങ്ങാറുണ്ട്. നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നാടൻ മുട്ടയാണ്. നമ്മൾ ഒരിക്കലും ലെഗോൺ മുട്ട കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൽ യാതൊരു ഗുണവും ഇല്ല. ഈ ഒരു നാടൻ മുട്ടയിൽ കിട്ടുന്ന ഒരു ഗുണങ്ങളൊന്നും നമുക്കതിൽ കിട്ടാറില്ല. പിന്നെ നമ്മൾ ചില മരുന്നുകൾക്ക് വേണ്ടി പച്ചമുട്ട ചേർത്തൊക്കെ കൊടുക്കേണ്ട വരും കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് നാടൻ മുട്ട എന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുവരുന്ന പല മുട്ടകളും ലെഗോൺ മുട്ട കളർ ചെയ്തൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നാടൻ മുട്ടയാണോ അല്ല ലെഗോൺ മുട്ടയാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക, ഓട്ടയുള്ള അരിപ്പ പോലത്തെ സ്പൂൺ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ലെഗോൺ മുട്ടയാണെങ്കിൽ ഈ ഒരു ഒറ്റ വീഴലിന് തന്നെ അത് പൊട്ടി രണ്ടായി പോവും. ഉണ്ണിയും ഇതൊക്കെ ഇങ്ങനെ ചെതറിപ്പോവും. ഇത് നോക്കിക്കേ, ഇതിൻ്റെ മേളിലൊരു കോട്ടിങ് കണ്ടില്ലേ, ഒരു എന്താ പറയുക വലയം പോലെ, ഒരു ജെല്ലി വലയം പോലെ ഉണ്ടാവും നാടൻ മുട്ടയ്ക്ക്. പക്ഷെ ലെഗോൺ മുട്ടയ്ക്ക് അത് ഉണ്ടാവില്ല.
ഞാൻ ലഗോൺ മുട്ട എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നേനെ. ഇതിപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും നാടൻ മുട്ട തന്നെ വാങ്ങാറുള്ളൂ. നമ്മൾ തൊട്ടുള്ള വീട്ടിൽ നിന്നും വാങ്ങാറുള്ളൂ. നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ലേ, ഈ ഒരു കോട്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ, ഇപ്പോൾ മെഡിസിനൊക്കെ നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ നാടൻ മുട്ടയാണെന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് പ്രൂഫ് സഹിതം കാണിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ എത്ര നമ്മൾ ഇതാക്കിയിട്ടും ഇത് പൊട്ടിപ്പോകാത്തത് കണ്ടില്ലേ. ലഗോൺ മുട്ടയാണെങ്കിൽ എപ്പോൾ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. നമ്മളിത് ശരിക്കും നാടൻ മുട്ട നമ്മൾ നല്ല ഉടച്ചാൽ മാത്രമേ അത് പൊട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത്, സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അത്ര ചൂടാണല്ലേ. അപ്പം നമുക്ക് ഇതുപോലൊരു മൺചട്ടി ഉണ്ടെങ്കിൽ, ഇതുപോലെ കുഴിയനായിരിക്കണം, നല്ല നീട്ടമുള്ളതായിരിക്കണം. ഇങ്ങനെ പരന്ന് മലന്നിരിക്കുന്ന ചട്ടി ഒരിക്കലും അത്ര എഫക്റ്റ് തോന്നിയിട്ടില്ല. ഇതുപോലെ മൺചട്ടി പോലെ കുഴിഞ്ഞിരിക്കുന്ന ചട്ടിയാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് ആണ്. കുഴിഞ്ഞിരിക്കും തോറും ആ ഐസിന്റെ ഒരു കട്ടി അത് മെൽറ്റായി പോകുന്നത് വളരെ കുറവായിരിക്കും. അതല്ല മലന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റായി പോകാനായിട്ട്, വെള്ളമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുമല്ല ഇതിൻ്റെ ഒരു തണുപ്പ് ക്രമീകരിക്കാനായിട്ട് ഇതുപോലുള്ള ചട്ടിക്ക് വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 കഷ്ണം കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ റൂം തണുപ്പിക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ പണ്ട് കാരണവന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഔഷധമായിട്ടുള്ള ഒരു സാധനം കർപ്പൂരം നമ്മളുടെ പ്രതിരോധ ശേഷി കൂട്ടാനും നല്ല ഉറക്കം നൽകാനൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള നല്ലൊരു സാധനമാണ് കേട്ടോ. പച്ച കർപ്പൂരം തന്നെ നിങ്ങൾ വാങ്ങണം. എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഇപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഉറക്കം കിട്ടുള്ളൂ അല്ലേ. ഒരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചാൽ മതി, കട്ടയായിട്ട് കിട്ടും കേട്ടോ. 2 മണിക്കൂർ നിങ്ങൾ വെച്ചാൽ മതി, അധികം ഒന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഓരോ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ പോലെ ഇരിക്കും. ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ 2 മണിക്കൂറാണെന്ന് വെച്ചാൽ നിങ്ങളെ ഫ്രിഡ്ജിൽ അങ്ങനെ ആകണമെന്നില്ല. നിങ്ങൾ നോക്കുക, ഇത് ഫുള്ള് കട്ടയാക്കി എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കർപ്പൂരം പൊടി വെള്ളം ഇട്ട് നിലമൊക്കെ തുടച്ച് നിങ്ങൾ കിടന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ തണുപ്പ് വന്നാൽ കൂടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫാൻ്റെ അടിയിൽ ഈ ഒരു മൺചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് രാത്രി സുഖമായി കിടന്നുറങ്ങുക. നല്ല തണുത്ത നല്ലൊരു അന്തരീക്ഷമാകും. അതുപോലെ തന്നെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ റൂമിൽ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അസുഖങ്ങൾ, നീർക്കെട്ട്, ബുദ്ധിമുട്ട് എല്ലാം മാറിക്കിട്ടാനായിട്ട് കർപ്പൂരം വളരെ നല്ലതാണ്. അടുത്തായിട്ട് കറണ്ട് ബില്ല് കുറക്കാനായിട്ട് ഏറ്റവും കുറക്കേണ്ടത് നമ്മളെ ഫാനാണ്. ഫാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഫാൻ എടുക്കുക. പല റൂമിൽ പല എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ പല ഫാനുകൾ 5-6 ഫാനുകൾ കറങ്ങുന്നതിനേക്കാളും നല്ലത് ഒറ്റ ഫാൻ്റെ അടിയിൽ എല്ലാവരും കൂടെ ഇരിക്കുക കേട്ടോ. പിന്നെ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഫാൻ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഫാനില്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല, എന്നാലും അങ്ങനെ. പിന്നെ 5 സ്റ്റാറുള്ള ഫാന് വാങ്ങുവാൻ ശ്രമിക്കുക. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ കറണ്ട് കാശ് കുറയും. അതുപോലെ തേക്കുന്ന സമയത്ത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ആഴ്ചത്തേക്കുള്ള ഫുൾ ഡ്രസ്സ് ഒരുമിച്ച് തേച്ച് വെക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വെള്ളം ചെടി നനയ്ക്കുക. 5 മണിക്ക് ശേഷം നിങ്ങൾ മോട്ടർ അടിക്കാതിരിക്കുക. മോട്ടർ അടിച്ച് ചെടി നനയ്ക്കുക, അതുപോലെ മോട്ടർ അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. മോട്ടർ അടിക്കലൊക്കെ 5 മണിക്ക് മുമ്പായിട്ട് ചെയ്യുക. മിക്സി ആണെങ്കിലും 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പ് ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വളരെയധികം ലാഭിക്കാൻ സാധിക്കും. അതുപോലെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ, ഫ്രീസറിലാണെങ്കിലും താഴെയാണെങ്കിലും ഇതുപോലെ ഒരു പാത്രത്തിൽ ഐസ് വെക്കുക കേട്ടോ. എപ്പോഴും ഈ ഒരു പാത്രത്തിൽ ഐസ് വെക്കുക. രണ്ട് പാത്രത്തിൽ വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ ഐസ് എപ്പോഴും അതിൽ കട്ടിയാക്കി വെക്കുക. നമ്മളപ്പം 6 മണി മുതൽ 10 മണി വരെയും നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള ആ ഒരു തണുപ്പ് ക്രമീകരിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
അതുപോലെ തന്നെ താഴെ ഫ്രിഡ്ജിന് താഴെ നമ്മൾ ഇതുപോലെ കുപ്പിയുടെ ഒരു ബോട്ടിലിൽ നിങ്ങൾ വെള്ളം നിറച്ച് വെക്കുക. അതെപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു ഫ്രിഡ്ജിലെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് സൂക്ഷിക്കും. അതുപോലെ 6 മണി മുതൽ 10 മണി വരെ ഓഫ് ചെയ്തിടുമ്പോൾ സാധനങ്ങളൊന്നും ചീത്താകാതിരിക്കാനും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സഹായിക്കും കേട്ടോ. അതുപോലെ ഈ നമ്മൾ ക്ലിം റാപ്പ് കൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്നും നീറ്റായിട്ട് ഇരിക്കും. ഒരിക്കലും അഴുക്കൊന്നും പിടിക്കില്ല കേട്ടോ. ഞാനൊരു വീഡിയോ അതുമായിട്ട് ചെയ്യാം. വളരെ നീറ്റായിട്ട് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ടിപ്സുകളെല്ലാം ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.